എറണാകുളത്തെ ഒരു സ്ഥലം നമ്മൾ പറയുകയാണ്. ഉദയംപേരൂരിലെ കോഴിക്കരിയിലെ കുടുംബങ്ങളെ പറ്റിയാണ്. അവർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് പുറത്തിറങ്ങാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. അവരുടെ ദുരിതത്തിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. എത്ര പരാതി പറഞ്ഞാലും ചില അധികാരികളുടെ കണ്ണിൽ അടയാളപ്പെടുത്താത്ത സ്ഥലമാണ് കോഴിക്കരി. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഇവരുടെ കൂടുതൽ ദുരിതം കാണാനാവുക. മഴയൊന്നു പെയ്താൽ കോഴിക്കരിയിലെ കുടുംബങ്ങളുടെ ദുരവസ്ഥയാണിത്. ചുറ്റും മലിനജലം നിറയും, പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ 10 ദിവസത്തിനിടയ്ക്ക് ഇവിടെ ആരും വന്നതില്ല. ഇന്നലെ 9-ാം ദിവസമാണ് ഇന്നലെ ഇവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നത്. അവർ പറയണത് ഇവിടെ വന്നേച്ചും നിങ്ങൾ മാറുന്നു, ഞങ്ങൾ എങ്ങോട്ട് മാറും? ഈ പഞ്ചായത്തുകാരും വില്ലേജുകാരും ഒക്കെ ഓരോ നികുതിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങളോട് ഈ പൈസ പിരിക്കുന്നുണ്ട്. ഇവരെന്ത് ചെയ്യണം? ഇവർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും, ഈ വെള്ളത്തിൽ കിടന്ന് മരിക്കും. എല്ലാം കൂട്ടമരണം. പണ്ട് വെള്ളം പൊങ്ങി കുറേ മരണം ഉണ്ടായില്ല, അതുപോലെ ഇവിടെ കിടന്ന് മരിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തേക്ക് പോകാൻ ഒരു വാഹനം വിളിച്ചാൽ പോലും എത്തില്ല. സ്കൂൾ തുറന്നാൽ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ എത്തിക്കുമെന്നും ആശങ്കയുണ്ട്. ഈ വീട്ടിൽ ഇവിടം തുടങ്ങി അങ്ങേറ്റം വരെയുള്ള എല്ലാ വീട്ടിലെയും നമ്പർ അവരുടെ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ചു ചോദിക്കാമല്ല, വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു അസുഖം വന്ന് എന്ത് ചെയ്യും? ഇവിടെ ഇന്ന് തന്നെ ആ ചേച്ചിൽ അവിടത്തോളം പണിക്ക് പോയിട്ട് തലകറങ്ങില്ല, അവിടെ ഇവിടെ നിന്നൊക്കെ മകൾ ഓടിച്ചെന്നാണ് ഇതാക്കിയത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വണ്ടി വരുമോ? പുത്തൻകാവിൽ ഷട്ടർ നിർമ്മാണത്തിനായി താൽക്കാലികമായി ഉണ്ടാക്കിയ ബണ്ട് പൂർണ്ണമായും തുറന്നുവിട്ടാൽ വെള്ളക്കെട്ടിന് നേരിയ ശമനമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ ആഴം കൂട്ടുകയോ അല്ലെങ്കിൽ റോഡ് പൊക്കി തരുമോ എന്തെങ്കിലും ചെയ്യണം. ഇത് പലതവണ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ഗ്രാമസഭ കൂടുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടിയും ആരും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും ഒരു വണ്ടി വരില്ല ഇങ്ങോട്ടേക്ക്, ഒരു യാത്രാ സൗകര്യം ഇല്ല. പ്രായമായ ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒരു ആശുപത്രിയിൽ ഒരു കാര്യം വന്നാൽ പോലും ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഒരു സൗകര്യം ഇല്ല. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ പോലുള്ള അവസ്ഥ ഇല്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സമയബന്ധിതമായിട്ട് ഈ ബണ്ടിൻ്റെ പ്രശ്നം അത് പണി തീർക്കുമെങ്കിൽ പണി തീർക്കണം. അതും ചെയ്യത്തില്ല. അത് വേണ്ട രീതിയിൽ അത് നീക്കോ പൊളിച്ചു മാറ്റുമോ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവരുടെ വീഴ്ച കൊണ്ടാണ് ഇത്രയും വലിയ വെള്ളക്കെട്ടും ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങൾ അനുഭവിക്കുന്നത്. വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ 15ഓളം കുടുംബങ്ങൾ. മലിനജലമാണ് ചുറ്റും. ഇനി വരാനുള്ളത് വലിയ മഴക്കാലവും. അധികൃതരുടെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. ക്യാമറമാൻ അരുണോടൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഉദയംപേരൂർ കോഴിക്കരിയിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.